ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സോറി, ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ നോക്കിയതാ, പറ്റിയില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് കുറെ ടെൻഡറിന്റെയും ബിൽസിന്റെയും ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു വന്നപ്പോൾ ലേറ്റായി. കാക്കുത്തിയൊന്നും വിചാരിക്കല്ലേ? ഏയ് ഇല്ല അക്കുച്ചേട്ടാ, ഞാനൊന്നും വിചാരിക്കില്ല. എനിക്കറിയാലോ അക്കുച്ചേട്ടൻ വരില്ല എന്ന്. അല്ല, നിനക്കെങ്ങനെ അറിയാം ഞാൻ എത്തില്ലെന്ന്? രാവിലെ അമ്പലത്തിൽ വെച്ച് ചീഫ് എഞ്ചിനീയറെ നമ്മൾ കണ്ടല്ലോ, അപ്പോഴേ എനിക്ക് മനസ്സിലായി അക്കുച്ചേട്ടന്റെ പിറന്നാൾ എങ്ങനെയായിരിക്കും. അക്കുച്ചേട്ടാ, ഇന്ന് അക്കുച്ചേട്ടന്റെ പിറന്നാളാണെന്ന് ചീഫ് എഞ്ചിനീയർക്ക് എങ്ങനെ മനസ്സിലായി? പറയക്കുച്ചേട്ടാ, എങ്ങനെ അറിയാം? അത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ഒരു തവണ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തായിരുന്നു. ആ ഓർമ്മയായിരിക്കും. അവർക്ക് നല്ല മെമ്മറി പവറാ. എന്താ പറഞ്ഞ? നല്ല മെമ്മറി പവർ ആണെന്നോ? അതേ കാക്കുത്തി, എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് മറക്കാതെ ഓർത്തിരിക്കും. ഇത്രയും മെമ്മറി പവറുള്ള ആള് രാവിലെ അമ്പലത്തിൽ വെച്ച് അക്കുച്ചേട്ടനെ കണ്ടപ്പോ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാതിരുന്ന എന്താ? ഹാപ്പി ബർത്ത്ഡേ പറയാൻ മറന്നിട്ടുണ്ടോ? പക്ഷെ പൂജ ചെയ്ത പ്രസാദം പോലും വാങ്ങിക്കാതെയാണല്ലോ ശ്രേയ പോയത്. അപ്പോ ഓർമ്മക്കുറവുണ്ടെന്നല്ലേ? ചിലപ്പോ നമ്മളെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാവും പ്രസാദം വാങ്ങിക്കാതെ പോയത്. അതോ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ശ്രേയക്ക്? എന്താ അക്കുച്ചേട്ടാ ഒന്നും പറയത്ത്? ഏയ്, നമ്മളോട് ദേഷ്യമൊന്നുമില്ല. ഓഫീസ് വർക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ബിസി ആയിരിക്കും. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിക്കാനുള്ള നേരം പോലും അവർക്കില്ലേ? തിരക്ക് ഓർമ്മക്കുറവൊന്നും അല്ല. അക്കുച്ചേട്ടനോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവാത്ത. അക്കുച്ചേട്ടനോട് അവർക്കുള്ള ദേഷ്യത്തിന്റെ കാരണം മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള വഴി കണ്ടെത്തണം. സോറി അക്കുച്ചേട്ടാ, ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത് എല്ലാം എന്നോട് തുറന്നു പറയാൻ വേണ്ടിയല്ല. അക്കുച്ചേട്ടനെയും ശ്രേയയും ജീവിതത്തിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ. പിറന്നാളായിട്ട് അക്കുച്ചേട്ടന് സ്വപ്നം കണ്ടതും സന്തോഷമുള്ളൊരു ജീവിതം സമ്മാനിക്കാനായിട്ട് കാത്തിരുന്നതാ ഞാൻ. പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി. ശ്രേയം വന്നില്ല, അക്കുച്ചേട്ടനെ ശ്രേയ വിട്ടതുമില്ല. നമ്മുടെ 3 പേരുടെ ഇടയിലുള്ള പ്രശ്നം ഇന്നത്തോടെ അവസാനിപ്പിക്കാമെന്ന് കരുതിയതാ. പക്ഷെ നടന്നില്ല. അതോർത്ത് മനസ്സ് വിങ്ങും അക്കുച്ചേട്ടാ.
മുരുക മുരുക എന്താ മാഡം? മുരുക സൗമ്യയോട് വരാൻ പറ. ശരി മാഡം. സൗമ്യ മാഡം, ശ്രേയ മാഡം വിളിക്കുന്നുണ്ട്. ശരി. എന്താ മാഡം വിളിച്ചത്? നിങ്ങളൊക്കെ ഇവിടെ എന്തിനാ വരുന്നേ? ജോലി ചെയ്യാൻ തന്നെയാണോ? മാസം മാസം ശമ്പളം കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടല്ലോ. ഈ ഒരൊറ്റ ഫയല് കണ്ടാൽ അറിയാം നിങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി. കംപ്ലീറ്റ് മിസ്റ്റേക്കാ. പോയി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവാ. ശരി മാഡം. നിക്ക്. ഇത് ലാസ്റ്റ് വാണിംഗാ. ഇനി ഇതുപോലെ മിസ്റ്റേക്ക് ഉണ്ടായാ വീട്ടിലിരിക്കാം എല്ലാവർക്കും. സൗമ്യ, വിഷമിക്കാതെ. മേഡത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. കരയല്ലേ സൗമ്യ, കരയല്ലേ. ഒന്ന് കരയാതിരിക്കേ. മാഡം, സൗമ്യ എന്തിനാ? ദിലീപ്, മാവേലിത്തുരത്തിലേക്കുള്ള ഡ്രെയിനേജിന്റെ പ്ലാൻ എടുക്ക്. ഇപ്പൊ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യണം. ശരി മാഡം. ശരി മാഡം. ആകാശ് സാർ, സാറും വരണം. സൗമ്യ, കരയാതിരിക്കേ. ചാരുമോളെ, ഈ നട്ടുച്ച വെയിലത്ത് നീ എങ്ങോട്ടാ പോകുന്നു? എന്റെ സ്ഥിരം കസ്റ്റമേഴ്സിന്റെ 2-3 ഓർഡർ ഉണ്ട് ബാലമാമേ. ഷോപ്പിൽ ചെന്നിട്ട് ഓർഡർ കൊടുക്കണം. അതിനിപ്പോ ഈ വെയിലത്ത് തന്നെ പോണോ മോളെ? വെയിലാറിയിട്ട് വൈകുന്നേരം പോയാ പോരെ? വെയില് മാറുന്നവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ബാലമാമേ. നേരത്തെ ഓർഡർ ചെയ്തില്ലെങ്കിൽ സമയത്ത് കിട്ടില്ല. ആ എന്നാ ശരി, നമ്മള് പോയിട്ട് വാ. ശരി ബാലമാമേ.